ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇവിടുത്തെ കടകളിലെ സെയിൽ പേപ്പറാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് അമേരിക്കയിലെ എല്ലാ വീടുകളിലും എല്ലാ സ്റ്റേറ്റിലും അവിടുത്തെ കടകളിലെ പിന്നെ എന്തൊക്കെ നമുക്ക് ആ ഒരാഴ്ചത്തെ വില വിവരങ്ങൾ അടങ്ങിയ ഒരു പേപ്പർ ഫ്ലയർ നമ്മുടെ വീട്ടിൽ വരും. അങ്ങനെയാണ് ആ ആഴ്ചത്തെ കടയിലെ വില എന്തുവാണെന്ന് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു കവറിനകത്താക്കിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എല്ലാ ആഴ്ചയിലൊരിക്കൽ വ്യാഴാഴ്ച ദിവസം കിട്ടും ഇങ്ങനൊരു പേപ്പർ. ഇത് കൂപ്പണൊക്കെ അടങ്ങിയ പേപ്പർ. അത് കടകളിലെ അല്ല, അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വരുന്നതാണ്. അതങ്ങ് മാറ്റാം. ഇവിടെ പല സ്റ്റേറ്റിലും പല കടകളാണ്, ഗ്രോസറി കടകളാണ്. നമ്മൾ ഗ്രോസറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലുമുട്ട അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന വലിയ കടകളുണ്ട്. അത് ന്യൂയോർക്കിലുള്ള കടകളുടെ ഒരു ഗ്രോസറി കടകളുടെ പേരാണ് കിങ് കളൻ 1. ഞാൻ അടുത്തത് ഇവിടുത്തെ കടകളായിരിക്കത്തില്ല, വേറൊരു സ്റ്റേറ്റിൽ അവർക്ക് വേറെ പേരുകളുള്ള കടകളായിരിക്കും. കണ്ടോ, ഇത് വേറൊരു കട, ഷോപ്പ് റൈറ്റ് വലിയ കടയാണ്. അതും ഇന്നും വേറൊരു വലിയ കട, സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ്. അങ്ങനെ 3 കടകളാണ് ഇവിടെ ലോക്കലായിട്ടുള്ള കടകളെന്ന് പറയുന്നത്. ഈ ഒരു കടകൾ ന്യൂയോർക്കിലെല്ലായിടം തന്നെ ഉണ്ട്. ഇത് സാധാരണ ഗ്രോസറി കട. ഈ ഒരാഴ്ചത്തെ വിലയാണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അത് ഞാൻ കാണിക്കാം. ഈ ഒരു 3 കടകളാണ്. ഈ ഒരു 3 കടകളായിരിക്കത്തില്ല ഫ്ലോറിഡയിൽ. ഈ ഒരു 3 കടകളില്ല ടെക്സാസിൽ. ഈ ഒരു പേരിലല്ല, അവർക്ക് വേറെ കടകളാണ്. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള ന്യൂസ് പേപ്പറല്ല, ഇങ്ങനെയുള്ള കടകളിലെ ഇങ്ങനെ ആ ഒരാഴ്ചത്തെ വില എന്തൊക്കെയാണെന്ന്, സാധനങ്ങളുടെ വില എന്തൊക്കെയാണെന്ന് അവിടുത്തെ വീടുകളിൽ ഇതുപോലെ കിട്ടും. ഇത് ന്യൂയോർക്കിലുള്ള വീടുകളിൽ കിട്ടുന്ന പേപ്പറാണ്. ഇത് 3 ഒരു ഗ്രോസറി കടയുടെ പേരാണ് കിങ് കളൻ, വലിയ കടയാണ്. ഷോപ്പ് റൈറ്റ് വലിയ കടയാണ്. ഞാൻ സ്റ്റോപ്പ് റൈറ്റ് എന്നായിരിക്കും, ഷോപ്പ് റൈറ്റ്. പിന്നെ സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ്. ഓക്കെ, ഓരോ കടയിലും ഞാൻ കാണിക്കാം. ആദ്യം നമുക്ക് ഈ സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ് എന്നുള്ള കട എടുക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗ്രോസറി കട കേട്ടോ. ഈ ഒരാഴ്ച എന്തൊക്കെയാണ് ഇവിടുത്തെ സാധനങ്ങളുടെ ഒരു വില നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഈ ഒരാഴ്ച ബീഫിൻ്റെ വിലയാണിത്. ഈ ഒരാഴ്ചത്തെ പോർക്ക് കഴിക്കുന്നവരുടെ വിലയാണ് ഇത്. ടർക്കി കണ്ടോ, സാൽമൻ്റെ വിലയാണ് ഈ ഒരാഴ്ച. ഒരു സാൽമൻ്റെ പീസിന് $8.99 പൗണ്ടിന്. അതുപോലെ തന്നെ ഷ്രിമ്പിൻ്റെ വില കണ്ടോ, ഇത് ഷ്രിമ്പ് 31 തൊട്ട് 40 എണ്ണം കാണും ഒരു പാക്കറ്റിനകത്ത്. $6 പൗണ്ടിന്. ഇത് 2 പൗണ്ട് കാണും ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ. അന്നേരം $12 കൊടുക്കണം. ഗ്രേപ്സിൻ്റെ വില കണ്ടോ, 127 പൗണ്ട്. ഇവിടെ എല്ലാം പൗണ്ടാണ് കേട്ടോ, കിലോ അല്ല, പൗണ്ടാണ്. അമേരിക്കയിലെല്ലാം പൗണ്ടാണ്. ഇത് ലെറ്റസ് വാങ്ങിക്കുമ്പോൾ ഈ ഒരാഴ്ച ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ഉണ്ട്. അതാണ് അവരങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്ത് കണ്ടില്ല, ഓരോ സാധനങ്ങളുടെ എല്ലാം ഞാൻ വായിക്കുന്നില്ല, പക്ഷെ ഞാൻ ഒന്ന് കാണിക്കാം. ഇവിടുത്തെ സാധനങ്ങളുടെ നല്ല വില തന്നെയാണ്. ഒരു ഐഡിയ അന്നേരം നിങ്ങൾക്ക് കിട്ടും എന്തൊക്കെയാണ്. ഇങ്ങനെ റോട്ടിശ്രീ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബേക്ക് ചെയ്ത് കിട്ടുന്ന ചിക്കന് $4 ഒരു ചിക്കന്. $4 4ഒന്നും ആയിരിക്കത്തില്ല, അവിടെ ചെല്ലുമ്പോൾ $7-8 ആയിരിക്കും. ഇത് പൗണ്ടിനാണ് 4 എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഉണ്ട്. ഇത് കുക്കി ഇതൊക്കെ ഉണ്ടോ, ഇതിൻ്റെ എല്ലാം വിലയൊക്കെ അവരെന്നത്ത് എഴുതി വെക്കും. സെയിലെന്നൊക്കെ എഴുതിയേക്കുന്നതേ ഉള്ളൂ, അത് സെയിലൊന്നുമല്ല. ഒരാഴ്ച ഒരു സ്വല്പം വിലക്കുറവുണ്ട്, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും കേട്ടോ, എന്തൊക്കെ നമുക്ക് വീട്ടു സാധനങ്ങളുണ്ട് അതിൻ്റെ എല്ലാം ഒരാഴ്ചത്തെ ആ മഞ്ഞ എഴുതിയിരിക്കുന്ന എല്ലാം ഒരു ചെറിയ വിലക്കുറവുള്ളതാണ്. ഈ ഒരു മഞ്ഞ ലെറ്ററിനകത്ത് ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസിന് വേണ്ട ഒന്നിനും ആ ഒരു മഞ്ഞ ലെറ്റർ നമ്മൾ കാണത്തില്ല കണ്ടോ. എല്ലാ സാധനങ്ങളുടെയും വില കണ്ടോ, എന്തോ വിലയാണെന്ന് നോക്കി. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കോക്കിൻ്റെ വില കണ്ടോ, ഒരു കോക്കിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് $1. ഈ ഒരു കേസ് വാങ്ങിക്കുവാണെങ്കിൽ ഇതിന് $4. പിന്നെ ബേക്കറിയിലെ സാധനങ്ങൾ എല്ലാത്തിൻ്റെ വില ഈ പേപ്പർ വീട്ടിൽ കിട്ടുമ്പോൾ നമ്മൾ നോക്കും, ഈ ആഴ്ച നമുക്ക് ഇന്നത് വേണമല്ലോ, ആ സാധനത്തിൻ്റെ വില എന്തുവാന്ന് വേണ്ടിയവർ നോക്കും. പക്ഷേ ഞാനിതൊന്നും നോക്കത്തില്ല കേട്ടോ. പേപ്പർ ഞാൻ ഈ കടയിൽ നിന്ന് വെറുതെ ഈ സാധനങ്ങളൊന്നും ഞാൻ ഇവിടെ നിന്നൊന്നും അല്ല വാങ്ങിക്കുന്നത്. ഞാൻ ഹോൾസെയിൽ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സെയിൽ പേപ്പർ തുറന്ന് തന്നെ. സാധാരണ രീതി ഞാനിങ്ങനെ ഈ സെയിൽ പേപ്പർ വീട്ടിൽ വരുമ്പോൾ ഞാനത് കൊട്ടി കാർബേജ് കളയും, നമുക്കത് കളഞ്ഞേ പറ്റത്തുള്ളല്ലോ. അങ്ങനെ അവർ കൊണ്ടിടുന്നതല്ലേ. വേണ്ടിയവർക്ക് നോക്കാം, അത്രേ ഉള്ളൂ. കണ്ടോ, ഇത്
ഈ ഒരു പാക്കറ്റിലെ ഷ്രിമ്പിന് പലതരം ഷ്രിമ്പുണ്ട് കടയിൽ. ഈ ഒരു പാക്കറ്റിൽ ക്ലീൻ ചെയ്ത ഷ്രിമ്പിന്, ഇച്ചിരി വലിയ ഷ്രിമ്പിന് $10 കേട്ടോ. ഇതിനകത്ത് 16 തൊട്ട് 20ആണ്. 16 തൊട്ട് 20 കൗണ്ടേ ഉള്ളൂ. 20 ഷ്രിമ്പിനാണ് $10 എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ ഐറ്റംസും, ബേക്കറിയും, ആ ഒരു കടയിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടോ അത് മൊത്തം അവരിങ്ങനെ ഈ പേപ്പറിനകത്ത് ഇങ്ങനെ എന്തുവാ പടം ഇട്ടേച്ച് നമ്മളെ കാണിക്കും ഈ ഒരാഴ്ച എന്തൊക്കെയാണെന്ന്. ആ ഒരു കടയിൽ കഴിഞ്ഞു. ഇനി അടുത്ത കട നമുക്കെടുക്കാം. അതിനെക്കാട്ടിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല വിലയ്ക്കൊക്കെ. ഈ കട കുറച്ചും കൂടെ സാധനങ്ങൾ വില കൂടുതലാണ് ഈ ഒരു കടയിൽ കേട്ടോ. ഈ ഒരു കട അവിടെ കണ്ടോ, അത് ബീഫാണിത് കേട്ടോ. $7.99 പൗണ്ടിന്. നമ്മളൊരു ചെറിയ പീസ് എടുക്കുമ്പോൾ $20 ആവും. ഫിഷിൻ്റെ ഒക്കെ എല്ലാം പൗണ്ടിൻ്റെ വിലയാണ് വിട്ടിട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ എത്രത്തോളം ഇപ്പോൾ ഈ ടൂണ തന്നെ ഫിഷ് 2 പീസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇത് പൗണ്ടിനാണ് ഈ $10 എന്നുള്ളത്. ഇച്ചിരിയേ ഉള്ളൂ. ഈ ചിക്കൻ്റെ ലെഗിന് 99 സെൻറ്റ് പൗണ്ടിന്. നമ്മളൊരു ഈ ഒരു പാക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഒരു $8 ആവും. അങ്ങനെ എല്ലാത്തിൻ്റെ വില കണ്ടോ. വാട്ടർ ബോട്ടിലിൻ്റെ വില കണ്ടോ. 3 കേസ് ഇതുപോലെ എടുക്കുമ്പം $10. നമ്മുടെ കാൻഡിലൂപ്പ് കണ്ടോ, അതിന് $1.99 ഈച്ച്. ചിലതൊക്കെ ബൈ വൺ, അതൊന്നും നമുക്കൊന്നും വേണ്ടാത്തതായിരിക്കും. ഞാനിത് ഈ കടയിലൊന്നും പോകാറ് പോലും ഇല്ല. ഞാൻ അത്രയ്ക്ക് അത്യാവശ്യമാണ് എന്തെങ്കിലും ഒരു ചെറിയ സാധനം. ഞാൻ ഈ കടയിൽ പോകുന്നത് ഞങ്ങളുടെ അമ്മിണിയുടെ മണ്ണ്, അവൾ ബാത്റൂമിൽ പോകുന്ന മണ്ണുണ്ടല്ലോ, അത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ കടയിൽ പോകുന്നത്. ആ കടയിലാണ് വീടിൻ്റെ അടുത്തുണ്ടായതുകൊണ്ട് അത് ഞാൻ ചെന്ന് വാങ്ങിക്കും. അത് മാത്രം ഞാൻ ഇങ്ങനെയുള്ള കടയിൽ നിന്ന് വാങ്ങിക്കത്തുള്ളൂ. അല്ലാതെ യാതൊരു ഐറ്റംസ് ഇങ്ങനെയുള്ള കടയിൽ ഞാൻ വാങ്ങിക്കാറില്ല. ഞാൻ ഹോൾസെയിൽ കട, കോസ്കോ ആണ് എൻ്റെ കടയെന്ന് പറയുന്നത് കണ്ടോ. ഗ്രേപ്സിനൊക്കെ പൗണ്ടിൻ്റെ വില കണ്ടോ. വെജിറ്റബിളിൻ്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരു ഫ്ലയർ നമ്മുടെ വീട്ടിൽ വരും. ഞാൻ വെറുതെ ഒന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളതുകൊണ്ട് ഒരു പൂവിൻ്റെ ഒക്കെ വില കണ്ടോ. $14 എല്ലാം ഉണ്ട്. വലിയ കടയാണ്. നമുക്ക് A to C ആ കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മെഡിസിൻ വരെയും കിട്ടും ആ കടയിലുണ്ട്. ഇനി അകത്തോട്ടൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആ കടയിൽ ഇരിക്കുന്ന എന്തെല്ലാം ഇതത്രയൊന്നും അല്ല ഐറ്റംസ്. അവരൊരു ഗ്രോസറി കണ്ടോ, ഐറ്റംസ് കണ്ടോ, സീരിയൽ, കുക്കി, ജ്യൂസ്. ഇത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ വായിക്കുന്ന ആളും ടയേർഡാവും, കാണുന്ന നിങ്ങളും ടയേർഡാവും. ഇതൊക്കെ ഫ്രോസൺ ഐറ്റംസാണ്. ഒരുപാട് ഫ്രോസൺ ഐറ്റംസ് ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ ഫ്രീസറിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഓവൻ്റെ അകത്ത് വെച്ച് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കും കണ്ടോ. നോക്കിക്കേ, എല്ലാ സാധനങ്ങളുടെ വിലകൾ ഈ കടയിൽ കണ്ടോ. ഇനി അടുത്ത കട ഞാൻ എളുപ്പം കാണിക്കാം. സെയിം തിങ് ഇതുപോലെ തന്നെ വേറൊരു കടയാണ് ഷോപ്പ് റൈറ്റ് എന്ന് പറയുന്ന കട. ഈ കടയിൽ നിന്ന് ഞാൻ മത്തി വാങ്ങിക്കാൻ വേണ്ടി മാത്രം പോകും കേട്ടോ. ഈ കടയിൽ പോർച്ചുഗീസ് മത്തി കിട്ടുന്നുണ്ട്. ഞാൻ ആ കടയിൽ പോയി വാങ്ങിക്കും. അല്ലാതെ വേറെ ഒന്നും ഞാൻ വാങ്ങിക്കത്തില്ല. സെയിം തിങ് തന്നെ അവിടെയും വേറൊരു ഇച്ചിരിയുടെയൊക്കെ വില കുറവുണ്ട്. 10-20 പൈസയ്ക്ക് വില കുറവുണ്ട് ഈ ഒരു കടയിൽ. ഇതിങ്ങനെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമുക്ക് ഇത് ഫ്രൈഡേയിലായിരിക്കും ഈ ഒരു പേപ്പർ എല്ലാ വീടുകളിലും എത്തുന്നത്. എന്നിട്ട് ഫ്രൈഡേ തൊട്ട് അടുത്ത ഫ്രൈഡേ വരെ ഈ ഒരു വിലയായിരിക്കും എല്ലാ സാധനങ്ങൾക്കും. പിന്നത്തെ ഫ്രൈഡേ തൊട്ട് പിന്നത്തെ ഫ്രൈഡേ വരെ വേറൊരു വിലയായിരിക്കും. അത് നമ്മളെ അറിയിക്കുവാണ് ഈ ആഴ്ചത്തെ ഈ കടകളിൽ ഈ കടയിൽ സാധനത്തിൻ്റെ വില. ഇവിടെ കണ്ടോ, സാൽമണ് $12.99 പൗണ്ടിന്. ഒരു പീസ് എടുക്കുമ്പോഴത്തേക്ക്, ഒരു പൗണ്ട് എടുക്കുവാണെങ്കിൽ അത്രയും $1 ആകത്തുള്ളൂ. നമ്മൾ സ്വല്പം വലുത് എടുത്തു കഴിഞ്ഞാൽ $40 ആവും കണ്ടോ. ഇതെല്ലാം മീനിൻ്റെ വിലകളാണ്. ഈ കടയിൽ എല്ലാ കടയിലും മീനുകളുണ്ട്. എല്ലാം ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന മീനുകളാണ് കണ്ടോ. ക്രാബ് തിന്നുന്നവർക്ക് കണ്ടോ, ക്രാബ് $8.99. ഇതെല്ലാം ഫിഷിൻ്റെ വിവരങ്ങളാണ് കണ്ടോ. ഇവിടെ ഉള്ളവർക്ക് ആർക്കും പിന്നെ ഇതറിയാം. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇത് നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിവിലേക്കാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അറിഞ്ഞുകൂടാത്തതുകൊണ്ട്
കണ്ട ഇത് നോക്കി പോകുന്ന കടയിൽ പോകുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ഈ ഒരു കടയിലെ വില നോക്കും. ഓക്കെ, ഈ കടയെക്കാളും ഇങ്ങനെ ചിലർക്ക് ഈ കടയിലേ പോകത്തുള്ളൂ, ചിലരാണെങ്കിൽ ഈ കടയിൽ നിന്ന് ഷോപ്പ് ചെയ്യത്തുള്ളൂ, ചിലർ കിങ്കള എന്ന് പറഞ്ഞാൽ ഈ കടയിലേ പോകത്തുള്ളൂ. എനിക്കിഷ്ടമായി ഈ കട, കിങ്കള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ ക്ലയൻറ്റിനെ കൊണ്ടൊക്കെ പോകുമ്പോൾ അവർ പോകുന്ന കടയാണ്. വെള്ളക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കടയാണ്, ഈ കിങ്കള എന്ന് പറഞ്ഞ കടയാണ്. നല്ല വിലയാണ് അവിടെ. പിന്നെ ഇതെല്ലാ ആൾക്കാരും പോകുന്ന ഒരു കടയാണ്. ഇവിടെ ഇച്ചിരി കൂടെ ഒക്കെ വില കുറവുണ്ട് ഈ കടയിൽ. അങ്ങനെ 3 കടയാണ് ഇവിടെ. പിന്നെ 3 വലിയ ഷോപ്പിംഗ് ഗ്രോസറി കടയാണ് ഇവിടെ ഉള്ളത് കേട്ടോ, ന്യൂയോർക്കിൽ. ഈ കടകളുടെ പേരായിരിക്കത്തില്ല വേറൊരു സ്റ്റേറ്റിൽ, അവർക്ക് അവിടെ വേറെ കടകളായിരിക്കും. പക്ഷേ ഇതുപോലെ തന്നെ വലിയ കടകളാണ് എല്ലാ സ്റ്റേറ്റിലും. ഇതുപോലെ പേപ്പറും ഇതുപോലെ എല്ലാ ആഴ്ചയിലും അവിടെയൊക്കെ വീടുകളിൽ എവരി ഫ്രൈഡേയിൽ ഈ പേപ്പറുകൾ വരും. ഈ പേപ്പറുകൾ നോക്കി പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇവിടുത്തുകാരാണെങ്കിൽ ഈ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ അവർ പോകത്തില്ല, അവർ നോക്കും അങ്ങനെ കേട്ടോ. പണ്ടത്തെ മനുഷ്യരൊക്കെ നോക്കും. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനേ ഉള്ളൂ ഇതൊന്നും നോക്കാത്ത. ഞാൻ ഇപ്പോഴത്തെ ജനറേഷനൊന്നും അല്ല, എന്നാൽ പോലും ഞാനിതൊന്നും നോക്കത്തില്ല. ഞാൻ കോസ്കോയിൽ ചെന്ന് വലിയ ഹോൾസെയിലായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അവിടെ പോയി സാധനം വാങ്ങിക്കുന്നതാണ് എനിക്കിഷ്ടം. അവിടുത്തെ സാധനങ്ങളും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ല വിലയാവും. 2 സാധനം എടുത്തുകൊണ്ട് കാർട്ടിൽ വെക്കുമ്പോഴേ $100 ആവും. ഇവിടെ ഈ $100 നമ്മൾ ഈ കുരുകുരാന്ന് കൊച്ചു സാധനങ്ങൾ വാങ്ങിക്കുന്നതും അവിടെ 2 സാധനം കിട്ടുന്നതും നമുക്ക് കുറേ നാളത്തേക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോയി വാങ്ങിക്കുന്നത്. മാസത്തിൽ ഇപ്പം 2 പ്രാവശ്യം പോകും. പണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും പോകുമായിരുന്നു. ഇപ്പം ഞാൻ മാസത്തിൽ 2 തവണ പോകത്തുള്ളൂ. 2 തവണ പോകുമ്പോൾ ഒരു $400 സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. സെയിൽ പേപ്പറിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇത് ഞങ്ങൾ സെയിൽ പേപ്പർ എന്നാണ് പറയുന്നത് കേട്ടോ. സെയിൽ വല്ലതും ഉണ്ടെങ്കിൽ അവരതിനകത്ത് മഞ്ഞ ലെറ്ററിനകത്ത് ഇങ്ങനെ എഴുതി വെക്കും. ചിലപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഇതിന് ചിലപ്പോൾ $4 ആയിരിക്കും. ഈ ആഴ്ചയിൽ $249. ഇച്ചിരി വില കുറഞ്ഞെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മഞ്ഞ ലെറ്റർ കാണിച്ചിരിക്കുന്നത്. അല്ലാതെ വലിയ വിലക്കുറവൊന്നുമില്ല. കണ്ട, ഈ ഒരു പേപ്പറിൽ അങ്ങനെ ഒരു മഞ്ഞ ലെറ്ററേ ഇല്ല ഈ കിങ്കളെന്ന് പറഞ്ഞ പേപ്പറിനകത്ത്. ഞാൻ പറഞ്ഞില്ല ഇച്ചിരൂടെ പിന്നെ വെള്ളക്കാരൊക്കെ പോകുന്ന കടയാണ്. അവിടെ ഇങ്ങനെ മഞ്ഞ ലെറ്റർ ഇങ്ങനെ വില കുറഞ്ഞ ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ല. ഈ കടയിലും ഇല്ല കേട്ടോ. ഈ ഷോപ്പ് റൈറ്റ് ഞാൻ എപ്പോഴും സ്റ്റോപ്പ് റൈറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ട് മഞ്ഞ ലെറ്ററുണ്ട്, ചിലതിനൊക്കെ ഉണ്ട്. കണ്ടോ നമ്മുടെ മയോണൈസിൻ്റെ ഒക്കെ പ്രൈസ് എത്ര? ഒരെണ്ണത്തിന് $4. അത് വലിയ കുഴപ്പമില്ല, വലിയ കണ്ടെയ്നറാണല്ലോ. ഫ്രൂട്ട്സിനും ഒക്കെ നോക്കുന്നവർക്ക് നോക്കി പോകാം കേട്ടോ. ഇതൊക്കെ നോക്കിയെടുത്താൽ അവർക്ക് ഇച്ചിരി കൂടെ ഒക്കെ പൈസ സേവ് ചെയ്യാം. എന്തോ സേവ് ചെയ്യാൻ എല്ലാത്തിനും വില കൂടുതലാണ്. ഇത്രയ്ക്കൊക്കെ കുറച്ച് കുറവുള്ളൂ. ഇത്രയേ ഉള്ളൂ സെയിൽ പേപ്പറിൻ്റെ വീഡിയോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.